വെള്ളരിക്കയും മാമ്പഴം കൂടെ കറി വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് കറി വെച്ച് നോക്കിയോ, നല്ല ടേസ്റ്റാണ്. വെള്ളരിക്കയും പച്ചമാങ്ങയും കൂടെ ഇട്ടിട്ടല്ലേ നമ്മൾ കറി വെക്കാറ് സാധാരണ. ഇതങ്ങനെയല്ല, ചെറിയൊരു മധുരവും പുളിയൊക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. ഇവിടെ ഞാൻ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എരിവുള്ള ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു മാമ്പഴം എടുത്തിട്ടുള്ളത്. മാമ്പഴം അധികം പഴുത്ത് പോയതായിരിക്കരുത്, ചനച്ച് കഴിഞ്ഞിട്ട് ഉള്ള ഒരു സ്റ്റേജില്ലേ, അങ്ങനത്തെ ഒരു മാമ്പഴം എടുക്കണം, ഉടഞ്ഞു പോകാത്ത രീതിയിൽ. അപ്പോൾ ഇതുപോലെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി വേണം എടുക്കാനായിട്ട്. മാങ്ങയുടെ ഈ സീഡിനോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കണേ. ആ ഭാഗത്ത് കുറച്ച് പുളി ഉണ്ടാവും മാങ്ങയ്ക്ക്. അപ്പോൾ ഈ കറിക്ക് ചെറിയൊരു പുളിയും മധുരവും കൂടെ കിട്ടും. നമ്മളെപ്പോഴും വെള്ളരിക്കയും മാങ്ങയും വെക്കുമ്പോൾ പുളിയുള്ള മാങ്ങ ഇട്ടിട്ടല്ലേ വെക്കാറ്. ഇതുപോലെ മധുരമുള്ള മാങ്ങ വെച്ച് നിങ്ങൾ ആരെങ്കിലും വെക്കാറുണ്ടോ? കറി വെക്കാറുണ്ടെങ്കിലൊന്ന് പറയണേ. അപ്പോൾ ഈ മാങ്ങയെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളരിക്കയുടെ ഒപ്പം ഇട്ടിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് വേവിക്കാനായിട്ടിടാം. ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കാവേ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു പനി കഴിഞ്ഞിട്ട് എണീറ്റുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. മൂക്കൊക്കെ നന്നായിട്ട് അടഞ്ഞിരിക്കുക. ഇപ്പം വൈറൽ ഫീവറിൻ്റെ സീസണാണല്ലോ, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം. കഷ്ണം ഒന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കിയാൽ ഇവിടെ വെള്ളം വറ്റിയിട്ടുണ്ട്. കറക്റ്റ് സമയത്താണ് ഞാൻ തുറന്ന് നോക്കിയത്. വെള്ളരിക്കയൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പം വെള്ളരിക്ക ഉടഞ്ഞു പോകാതെ മാങ്ങയുടെ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ. തവിയുടെ മൂട് വെച്ചിട്ട് പതിയെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ അങ്ങ് ഉടഞ്ഞോളും. വെള്ളരിക്ക ഉടഞ്ഞും പോവില്ല. ഈ ഒരു രീതിയിലാണ് എടുക്കേണ്ടത്. ഇത് വേകുന്ന നേരത്തെ ഞാൻ ഇതിൻ്റെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു 3-4 സ്പൂൺ തേങ്ങയും അതിലേക്ക് ഒരു നുള്ള് ജീരകവും പിന്നെ ഒരു ഉള്ളിയും കൂടെ ഞാൻ അരച്ച് നല്ല മയമായിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കത് ചേർത്തും കൂടെ കൊടുക്കണം. വേറെ ഒന്നും തന്നെ ചേർക്കണ്ട. ഒരു നുള്ള് ജീരകം, ഒരു ഉള്ളി, 4 ടേബിൾ സ്പൂൺ തേങ്ങ. അപ്പം ജീരകത്തിൻ്റെ അളവ് വളരെ കുറച്ചേ ചേർക്കാവുള്ളൂ, അല്ല അത് മുന്നോട്ട് നിൽക്കും. ഇനി കറിക്ക് എത്ര വെള്ളം വേണോ അത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇതിനകത്ത് ഇപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒറ്റ പച്ചമുളക് ചേർത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം എരിവുള്ള ഒരു മുളകായിരുന്നു. ഇപ്പോൾ എരിവ് കുറവാണെങ്കിൽ അരപ്പിനകത്തോ അല്ലെങ്കിൽ കടുക് വറുക്കുമ്പോൾ അതിനകത്തോ ചേർത്ത് കൊടുക്കാം പച്ചമുളക് അരിഞ്ഞത്. കറി ഇപ്പം തിളച്ചിട്ടുണ്ടായിരുന്നു. കറി ഞാൻ മാറ്റി വെച്ചു. ഇനി ഒന്ന് താളിച്ചൊഴിക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ചേർക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്കും കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു വറ്റൽമുളക്, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്കൊക്കെ ഇതുപോലത്തെ നാടൻ കറികളാണോ ഇഷ്ടം, അതോ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ചപ്പാത്തി കറികളൊക്കെയാണോ ഇഷ്ടം എന്നൊന്ന് പറയണേ. ഇപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറിയുടെ ഒരു സ്മെല്ല് വന്നാൽ തന്നെ ഉണ്ടല്ലോ, വിശപ്പില്ലെങ്കിലും നമ്മൾ അറിയാണ്ട് ചോറുണ്ട് പോകും ഇത് കൂട്ടി. എന്നാ സൂപ്പർ ടേസ്റ്റാണെന്നറിയാം അതിന്. ഈ ഒരു കറി കുമ്പളങ്ങ വെച്ചിട്ടും ചെയ്യാൻ പറ്റുമേ. വെള്ളരിക്കയ്ക്ക് പകരം കുമ്പളങ്ങ എടുത്താൽ മതി. അപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ പോണതിന് മുന്നേ തന്നെ ഇതൊന്ന് വെച്ച് നോക്കിയോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നാടൻ മാമ്പഴം കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഇത് വെക്കാനായിട്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടെ വീഡിയോ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കണേ. ഇതുപോലുള്ള നല്ല നാടൻ റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്